ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഉംറക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഉംറത്തുണി ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലത് നോക്കിയിട്ട് ഞാൻ 4-5 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനില്ലതും എല്ലാവർക്കും ഇല്ലതും. അപ്പോൾ അതാണ് എല്ലാവരും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേറൊരു കവറിലാക്കി കൊടുക്കട്ടെ. അവർ അവിടെ ചെന്നാലുള്ള അറിയുള്ളൂ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അവർക്കുള്ളത് ഞാൻ മോൻ്റെ തട്ടത്തിൽ കാണിക്കണത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുള്ള ഒക്കെപ്പാടെ ഒരു കവറിലാക്കിങ്ങാണ്ട് മാറ്റി വെക്കുകയാണ്. ഒരിത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളത് മാറ്റി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരിക്കലുള്ള കാര്യങ്ങളൊക്കെ അതിക്കൊരു തോർത്തും മുണ്ടും പിന്നെ സോപ്പും കൂടെ എന്ത് ചെയ്യണം, വെച്ച് കൊടുക്കണം. വലിയൊരു മണല്ല സോപ്പ് ഉപയോഗിക്കരുതെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത്യാവശ്യം മണമില്ലാത്തൊരു ചെറിയൊരു സോപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കവർക്ക് തന്നെ എന്ത് ചെയ്യാണ്, ആക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇല്ല ഒരേ മാതിരിക്ക് തന്നെ ഒക്കെ ആക്കി വെക്കുള്ളൂ. പിന്നെ അതിക്ക് ബെൽറ്റ് വാങ്ങണം. അപ്പോൾ ബെൽറ്റ് ഇല്ല. ബെൽറ്റ് നമുക്ക് അവിടെ കുളിക്കുന്നിടത്ത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ബെൽറ്റ് എന്ത് ചെയ്യണം, അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഉംറക്ക് പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. വേറെ ഇന്നർവേഴ്സും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ആണുങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കെട്ടിപ്പൂട്ടിങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളതും കൂടി റെഡിയാക്കാം കേട്ടോ. അപ്പം മോളെ ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതാണ് മോളെ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ക്ലിയറാക്കി കാണിച്ചു തരാം. ചെറിയൊരു പർദ്ദയാണ് കേട്ടോ. അപ്പോൾ അത് ബട്ടൺസൊക്കെ ഇട്ടുങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്കാക്കി മടക്കി അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മഫ്തിയും വെച്ചിങ്ങാണ്ട് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണല്ലോ പർദ്ദ ഓപ്പൺ ആക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ചെറിയ മോളതും എന്ത് ചെയ്യുന്നുണ്ട്, ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്കിപ്പോൾ അവർ ഉംറ എടുക്കലുണ്ട്. അവർ ഉംറ എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ കർമ്മങ്ങളും കറക്റ്റ് ചെയ്തോന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തണം. മോളുടെ മുടിയോ കാര്യങ്ങളോ ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പം ഇതാട്ടോ മോളെ പർദ്ദ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവരെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ മൂത്രമോ കാര്യങ്ങളോ ഒന്നും ആക്കാതൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. അപ്പോൾ അവരിപ്പോൾ 2 വർഷമായിട്ട് മാഷാ അല്ലാഹ് ഉംറ എടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളതും ഇതേമാതിരിക്ക് തന്നെ മഫ്തിയും കാര്യങ്ങളും ഒക്കെ, മുടി കാണാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉംറക്ക് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയറാക്കി കൊണ്ടുനടക്കണം കേട്ടോ. ബാത്റൂമിൽ പോകുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മോളെയും മോൻ്റെയും കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്ക് വേണം കേട്ടോ. അല്ലെങ്കിൽ അവർ ചെയ്ത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കാണ് അതിൻ്റെ ശിക്ഷ വരുന്നത്. അപ്പോൾ അതങ്ങനെ പാക്കൊക്കെ ആക്കി വെച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ മോൾക്ക് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ മോളതാണ്. അപ്പോൾ നല്ല ഡ്രസ്സ് ഉള്ളിൽ വേണം. അപ്പോൾ ഞാൻ പാൻറ്റും ഒരു ടോപ്പുമാണ് അത് കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം മോൾക്ക് ഒന്നായിട്ട് തന്നെ സോക്സാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ ഒന്ന് വലിയ ഫാൻ്റ് ആയതുകൊണ്ട് തന്നെ കാല് തീരെ കാണാത്തതുകൊണ്ട് സോക്സ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മോളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മോക്കിലെ ഇന്നർ വെയറും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല വൃത്തിയാക്കിയ ഇത് വേണം. നമ്മൾ പുതിയതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല വൃത്തിയായി സൂക്ഷിച്ച് വെച്ച സംഭവം നമുക്കിതൊക്കെ ഇങ്ങനെ ഉംറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയിൽ കാണും. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വലിയ മോളതും ചെറിയ മോളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ മോൾക്ക് പിന്നെ എല്ലാ കുറേ കാര്യങ്ങളൊക്കെ അറിയണതുകൊണ്ട് പിന്നെ ഓളതും എല്ലാം നോക്കൊന്നും വേണ്ട. അപ്പോൾ അതാ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒരു ഭാഗത്തൊക്കെ ആക്കി വെക്കാം കേട്ടോ. പിന്നെ ഈ പണി കഴിഞ്ഞാലുള്ളൂ നമുക്ക് പിന്നെ യാത്രക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റെഡിയാക്കി വെക്കൽ തന്നെയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഞാൻ ഇതേമാതിരി തന്നെ ഒരു കീസൊക്കെ ആക്കിയിട്ട് തന്നെയാണ് മാറ്റി വെക്കുന്നത്. ഉംറയ്ക്കുള്ളത് ഞാൻ എപ്പോഴും ഒരു കീസൊക്കെ ആക്കിക്കൊണ്ട് മാറ്റി വെക്കട്ടെ. എന്നാൽ പിന്നെ ആ കീസ് മാത്രം നമുക്ക് ഫസ്റ്റ് വലിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ നേരെ നമ്മൾ തായിഫ് പോയി തായിഫിൽ നിന്നാണ് ഇറാൻ കെട്ടിയിട്ടാണ് പിന്നെ നമ്മൾ മക്കത്തേക്ക് പോകാം കേട്ടോ. ഓരോ സ്ഥലത്തുനിന്ന് വരുമ്പോഴും ഓരോ ഭാഗത്താണ് കേട്ടോ അതിൻ്റെ ഇറാൻ കെട്ടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നാട്ടിൽ നിന്ന് പോരുന്നവരെ നാട്ടിൽ നിന്ന് കുളിച്ച് പോരും. പിന്നെ ഇറാൻ കെട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്ലൈറ്റത്തോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പർദ്ദകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പർദ്ദ ഉണ്ട്, ഒക്കെ ബ്ലാക്കാണ് കേട്ടോ ഉള്ളത് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ പർദ്ദകളിൽ ഞാൻ നല്ല പർദ്ദ നോക്കിയിട്ട് നമ്മളെ കൈ കാണാത്ത വിധമൊക്കെ നോക്കിയിട്ടുള്ള പർദ്ദയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ പർദ്ദകളൊക്കെ ഞാൻ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 2-3 പർദ്ദ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പോകുമ്പോൾ ഇടാനും മദീനത്തു നിന്ന് ഇടാനൊക്കെ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പെരുന്നാൾക്ക് എടുത്ത പർദ്ദയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി.
പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി മക്കളും ഉണ്ട് കേട്ടോ, ഹെൽപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ എടുക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് മടക്കിയെടുത്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അധികം നമ്മളെ കൈ ഇങ്ങനെ പൊന്തുമ്പോൾ കാണുന്ന പർദ്ദകളാണ് നമുക്ക് അധികം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ സെൽഫി മക്കനെയാണ് കേട്ടോ ഞാൻ ഉംറയ്ക്ക് അധികം കൊണ്ടുപോകാറ്. പിന്നെ അതാ കൈ സോക്സ് കയ്യോറുണ്ടല്ലോ നമ്മളെ കൈ സോക്സ്, അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അതാ ഇതേമാതിരിക്കൊക്കെ മടക്കി എടുത്ത് വെക്കുകയാണ്. അതും ഇതേമാതിരിക്ക് ഞാൻ ഒപ്പാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉംറക്ക് പോണ കാര്യങ്ങൾ ഒരിക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ അത് ആ തോർത്തുമുണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്കുള്ളതും അവർക്കുള്ളത് 2 ഞാൻ സെപ്പറേറ്റ് ആക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി ഞാൻ എന്ത് ചെയ്യാണ്, പെട്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും, മക്കൾക്കുള്ള ഡ്രസ്സുകളും എനിക്കുള്ള ഡ്രസ്സുകളും മോളെ ഡ്രസ്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മദീനത്തേക്ക് അധികം മോളെ ഡ്രസ്സാണ് കേട്ടോ ഇടാറ്, പർദ്ദ ഞാൻ മാത്രമേ പർദ്ദ ഇടലുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ പെട്ടിയൊക്കെ ഇതാ അടച്ച് വെക്കുകയാണ്. ഉള്ളിൽ കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇക്കാൻ്റെതും എല്ലാ ഡ്രസ്സും ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു പെട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടത്. ഒറ്റ പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇക്കൊക്കെ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യാണ്, പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ സാധാരണ ഡ്രസ്സാണ് നമ്മൾ ഇട്ട് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് പോയത് ഒരു 11 മണിക്കാണ് കേട്ടോ. 11 മണിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയാലും നമ്മളവിടെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് തായിഫിലെത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവിടുന്ന് ഇപ്പൊക്കെ സാധാ തുണിമയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. ഞാൻ ചുരിദാർ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമ്മൾ യാത്രക്കാവുമ്പോൾ ചുരിദാറാണ് ഏറ്റവും സുഖം. അപ്പോൾ അതാ എല്ലാവരും വണ്ടിയിൽ കയറിങ്ങാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര തുടർന്നാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ നമ്മൾ ടൗണൊക്കെ വിട്ട് കഴിഞ്ഞാൽ അപ്പുറം ഭാഗം ഫുള്ള് മരുഭൂമിയാക്കാരം, ആകെ മരുഭൂമിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി നിർത്തി നമ്മളെന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കും ഇതാക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളങ്ങനെ റിയാദിലെത്തിയിട്ടുണ്ട് കേട്ടോ. റിയാദത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് സ്ഥലം കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല, എനിക്കേ അറിയില്ല. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണെങ്കിൽ എനിക്ക് തീരെ അറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഐവിയിലൊക്കെ അധികം മലകളും അതേമാതിരി തന്നെ അതെ അപ്പോൾ ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. റോട്ടിലൊന്നും വലിയൊരു തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഇരുട്ടായി വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ വണ്ടിക്ക് എടുത്തുകൊണ്ട് നമുക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് ജുമാക്ക് അവിടെ കൂടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഉപ്പാക്ക് ജുമ കൂടണം എന്നുള്ള എല്ലാ ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഉംറക്ക് പോയിട്ട് അവിടെ ജുമ കൂടാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര തുടരുന്നുണ്ട്. 2 മണിക്കൂർ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു നിർത്തിയാണ് കേട്ടോ പോകൽ. കൂടുതലൊന്നും നമ്മൾ വണ്ടിയിൽ ഇരുന്നങ്ങാണ്ട് അങ്ങനെ യാത്ര ചെയ്യലില്ല. പിന്നെ ഈ റോഡിൽ വേറെ ആളുകളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉംറക്ക് പോണവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. തായിഫിലെത്തിയിട്ടാട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ പിന്നെ അതിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നേരം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും മധുബൂത്തായിരുന്നു ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും കഴിച്ച് ഫുള്ളായിട്ട് കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ പള്ളീൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം. ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ കുട്ടികൾ കുറേ ഹാപ്പി ആയിട്ടോ. അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചങ്ങാണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ യാത്ര കുറച്ചുകൂടി തുടരാണ്ട്. അതിൻ്റെ അടിയിൽ ഉമ്മ വിളിച്ചിരുന്നു എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ കൂളർ, ഇവിടെ എപ്പോഴും തണുപ്പായതുകൊണ്ട് കൂളറാണ് എപ്പോഴും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ 1 മണിക്കൂറിന്. അപ്പോൾ എല്ലാവരും കുളിയും കഴിഞ്ഞ് എല്ലാവരും തുണിയൊക്കെ മാറ്റി കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമൊക്കെ ഉണ്ട്. ഇപ്പോൾ തണുത്തിട്ട് കിടക്കുകയാണ് കേട്ടോ. തായ്ഫിൽ നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ അതാ നമ്മളെ മീക്കാത്ത് പോയി നിസ്കരിക്കാൻ പോവുകയാണ് കേട്ടോ. കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നീയത്ത് വെക്കുക. നീയത്ത് വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഉംറയ്ക്ക് പ്രവേശിക്കുക. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കേട്ടോ മക്കത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഉംറയൊക്കെ കഴിഞ്ഞു. ഉംറ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ മക്കത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അറമിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഗ്‌രിബും ഏശയൊക്കെ നിസ്കരിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വീണ്ടും റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ ഇൻഷാ അള്ളാ ഒരു 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ നേരെ മദീനത്ത് പോവും. മദീനത്താണ് 2 ദിവസം നിൽക്കണം കേട്ടോ. ഉമ്മ അവിടെ ആയതുകൊണ്ട് അവിടെയാണ് 2 ദിവസം നിൽക്കുന്നത്. ഉമ്മ പോയിട്ടുണ്ടായിരുന്നു മദീനത്തേക്ക്. ഉമ്മ ഹജ്ജിന് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അർമിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹാജിമാരനെ ഫുള്ള് പോയിട്ടില്ല. കുറേ ആൾക്കാർ മദീനത്തേക്ക് പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും വഴുകി വന്നവരൊക്കെ എപ്പോഴും മക്ക തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടേ മദീനത്തേക്ക് പോവുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ കുറേ നടക്കാണ്ട് കേട്ടോ. കാരണം വണ്ടിയൊന്നും ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. വഴിക്ക് നിർത്തി നമുക്ക് അവിടുന്ന് പോകണം. പിന്നെ അതാ കുറേ ആൾക്കാർ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നതും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്കാണ് കേട്ടോ പോയത്. ഇപ്പൊക്കെ എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഏറ്റവും അറമിൻ്റെ മുകൾ വശം. അവിടെയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തോഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തോഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇപ്പൊക്കെ അവിടെ നിന്ന് നിസ്കരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നാൽ തന്നെ കൂലിയാണ്. കഅബനെ നോക്കിയിരിക്കലും കൂലിയാണ് കേട്ടോ. അപ്പോൾ അത് മൂടുന്ന എടുത്ത ഒരു കാഴ്ചയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഹാജിമാരനെ വദായിൻ്റെ ത്വാഫ്, അതായത് മടക്ക ത്വാഫ് ചെയ്യുന്ന തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ തട്ടിലും ആളുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അറമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാണുക വേണം കേട്ടോ. അപ്പോഴുള്ള അറമിൻ്റെ കാഴ്ചകളും അറമിൻ്റെ ഭംഗി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആസ്വദിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നതും ഒക്കെ ആയിട്ട്. ഇതാണ് സഫാ മർവൻ്റെ ഇടയിൽ. സഫാ മർവൻ്റെ ഇടയിൽ നമ്മൾ ആണുങ്ങൾ ഓടണമൊക്കെ കണ്ടിട്ടില്ലേ. അതിൻ്റെ ചരിത്രം പറയാനും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇതാണ് സഫാ മർവൻ്റെ മുകളിലത്തെ വശമാണ് കേട്ടോ. താഴെ വശമല്ല, മുകൾ വശമാണിത്. ഒരുപാട് ആളുകൾ ആ പച്ച ലൈറ്റ് കാണുന്ന വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് നടന്ന് പോകാനുണ്ട്. താഴേക്ക് ഇറങ്ങാണ് വീണ്ടും. കാരണം ഇപ്പോഴൊക്കെ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ട് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ആകെ ഒന്ന് പിന്നെ അതാ നമ്മൾ ഇവിടെ നമുക്ക് ഇരുന്ന് ദ്വാരക്കാനും നിസ്കരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നല്ല AC-ൻ്റെ നല്ല തണുത്ത കാറ്റുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം തണുപ്പാണ്. പിന്നെ നമുക്ക് സംസം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതാ ഇക്കയും കുട്ടികളും എല്ലാവരും അവിടെ ഇരുന്നു. ഞാൻ കുറച്ച് നേരം ഖുറാനൊക്കെ എടുത്ത് ഓതിയതിന് ശേഷമാണ് ഫോണൊക്കെ നോക്കിയത് കേട്ടോ. അത് ഇക്കി അനിയനും അവിടെ ഒഴിഞ്ഞു പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ കഅബനെ നോക്കിങ്ങാണ്ട് കുറേ നല്ല ഉഷാറായിട്ട് നമുക്ക് തിരക്കൊന്നുമില്ലാതെ നമ്മൾ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ ഉംറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഉറക്കവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ട് ഖുറാനൊക്കെ ഓതി അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ എത്തി എന്താണെന്നൊക്കെ ചോദിച്ചങ്ങാണ്ട്. അപ്പോൾ അതാ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനി ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ പോവുകയൊക്കെ വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉംറക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ഇവിടെ സൗദിയിൽ ആദ്യം ഒന്നും കാണാനും ഇതൊന്നും പറ്റിയിരുന്നില്ലല്ലോ, ഈ മക്കി മദീന അല്ലാതെ. ഇപ്പോഴാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ മക്കി മദീനയും കാണാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് കുറേ നമുക്ക് നല്ല മെമ്മറീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും കുറേ ആളുകൾ അതിൽ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി മക്കൾക്ക് മിഠായിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹജ്ജിന് വന്ന ഹാജിമാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സത്യം പറയുകയാണെങ്കിൽ പോരാനൊന്നും തോന്നില്ല. അവിടെ നിന്ന് കിടന്ന് ഉറങ്ങാനാട്ടോ സത്യം പറയുകയാണെങ്കിൽ ആഗ്രഹം. അവിടെ കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് ക്ലോക്ക് ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. ഇതാണ് ക്ലോക്ക് ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഉപ്പാനൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിലേക്കും പോവുകയാണ് കേട്ടോ. അവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാട്ടോ പോകുന്നത്. ഇതിലും റൂമൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ റൂമിലൊക്കെ ഭയങ്കര റെൻ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും അതിലങ്ങനെ റൂം എടുക്കലൊന്നും ഉണ്ടാവില്ല. ഒക്കെ വിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എടുക്കുക. ഏത് നട്ട പാതിരയാണെങ്കിലും അറമിൽ എപ്പോഴും നല്ല തിരക്കാട്ടോ. ക്ലോക്ക് ബിൽഡിങ്ങിൻ്റെ ഉൾവശമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ മാത്രം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവിടെയും നല്ല തിരക്കാണ്. അവിടേക്കും നല്ല നിസ്കരിക്കാനും ഇതിനൊക്കെ നല്ല സൗകര്യം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ മേലേക്ക് പോകാൻ നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം റൂമിൽ പോയി നല്ലോണം ഒന്ന് കടന്നുറങ്ങി എണീക്കാൻ. പിന്നെ സുബഹിക്ക് പോരണം നിസ്കരിക്കാനൊക്കെ ആയിട്ട്.
ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഇപ്പാൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ റൂമിൽ വന്ന് ഒരു 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ നേരെ മദീനത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് മക്ക റോഡ്. നമ്മളെ മല തുരന്നാണ് കേട്ടോ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ റൂമിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തൊക്കെയായിരുന്നു കേട്ടോ. നമ്മുടെ ആവശ്യത്തിനൊക്കെ നമ്മൾ ടാക്സിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നിരുന്നത്. മിക്ക പൊതുവേ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. പിന്നെ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ടാക്സി എടുത്തെങ്ങാണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വണ്ടി അവിടെ എപ്പോഴും പാർക്ക് ചെയ്തതിൽ തന്നെയാണ് കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഈ മല തുരന്നെങ്ങാണ്ട് ഉണ്ടാക്കിയ ഈ ഗുഹ. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ നടന്നു പോകണമൊക്കെ ഉണ്ടാവും. ഹജ്ജിൻ്റെ സീസണിലൊക്കെ നല്ല അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ കണ്ട ബസ്സുകളൊക്കെ അറമ്മയ്ക്കുള്ള ബസ്സാണ്. ഇതാണ് കാണുന്ന അറമ്മ കേട്ടോ. അപ്പോൾ അറമ്മിനോട് സലാം പറഞ്ഞങ്ങാണ്ട് നമ്മൾ നേരെ മദീനത്തേക്ക് പോവുകയാണ്. മദീനത്ത് ഇവിടുന്ന് 4 മണിക്കൂർ വണ്ടിയായിരിക്കണം കേട്ടോ മദീനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. മദീന റോഡും അതേമാതിരി തന്നെയാണ്, ഫുള്ള് മരുഭൂമിയാണ്. അപ്പോൾ രാവിലത്തെ ഞങ്ങൾ നാസ്തൊക്കെ കഴിച്ച്, അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോണത്. പോണ വഴിക്ക് ഞാൻ പറഞ്ഞു സംസം വെള്ളം മേടിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇക്ക പിന്നെ വീണ്ടും സംസം വെള്ളം മേടിക്കാനായിട്ട് പോന്നിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കൗണ്ടറിൽ നിന്ന് എത്ര സംസം വെള്ളമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ തന്നെ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സംസം വെള്ളത്തിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണട്ടോ. അപ്പോൾ അതൊന്ന് നെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തുറയും. പിന്നെ അതെടുത്തങ്ങാണ്ട് നമ്മൾ ട്രോളിയിൽ നമുക്ക് എത്രണ്ണാണോ വേണ്ടത് അവിടെ കൗണ്ടർ കൊണ്ടുപോയി ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രണ്ണം വേണ്ടത് വെച്ചാൽ അത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി ഇങ്ങാണ്ട് കിട്ടുട്ടോ, നമ്മൾ എത്രണ്ണാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ സംസം വെള്ളം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് സ്പെഷ്യലായിട്ടുള്ള പാക്കിങ്ങോടുള്ളത് ഫ്ലൈറ്റ് കയറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഇക്കാൻ്റെ കമ്പനിയിലത്തെ ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് വണ്ടി കയറ്റാനും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ മദീനത്ത് ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. മദീനത്തേക്കുള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നത് ഫുള്ള് ഹൈവേ ആണ്. അപ്പോൾ അത് വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അതൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ മദീനേൻ്റെ എടുക്കാനായിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് റൂമാണ് കേട്ടോ. റൂം എടുത്തതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ മദീനത്തേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട്. ആദ്യം എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സേഫ് ആക്കണം, പിന്നെ നമുക്ക് റൂം എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മദീനത്തെത്തി. ഉമ്മാനെ കണ്ടു. ഉമ്മ ആൾക്കൂട്ടത്തിൽ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. മദീനത്തിൻ്റെ പുറം കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഉള്ളിലേക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല, പ്രത്യേക അപ്പോയിൻമെൻറ്റ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. ഞങ്ങളവിടെ ഒരു അസർ നിസ്കാരമായപ്പത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയും കുട്ടിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ എനിക്ക് റൗദിലേക്ക് കയറാനും പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് റൗദിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആ ഓൺ ദ ടൈമിലൊക്കെ ഉള്ളൂ റൗദിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇത് കണ്ട് മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് കണ്ട ഒരു സ്വർഗം തന്നെയാണ്. അപ്പോൾ അത് നബിൻ്റെ ഖബറും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. അവിടെയുള്ള പാത്തികളൊക്കെയാണ്. പിന്നെ നമുക്കിതാ അങ്ങനെ നടന്നു പോകാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ വന്ന അതേ വഴി കൂടി തന്നെ നമ്മൾ തിരിച്ചു പോകും വേണം കേട്ടോ. അങ്ങനെ ഓരോന്നും കണ്ട് കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് മദീന കാണാണ്ട് പെട്ടെന്ന് പോവുകയാണെന്ന് പറയുന്നത്. കാരണം ഇനി 360 ദിവസത്തെങ്കിലും ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫുള്ള് മദീനൻ്റെ ഉൾവശമാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതിൻ്റെ എത്രയോ മനോഹരമാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാനും എല്ലാവർക്കും പടച്ചോൻ എന്ത് ചെയ്യട്ടെ തൗഫീഖ് നൽകട്ടെ എന്നൊരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. മദീനത്ത് പിന്നെ നമുക്ക് ഈ സിയാറത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു മറ്റൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ.